അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള പഠിതാക്കളെ, ഒരു മെൻ്റലിസം ട്രിക്സ് ഇതിലൂടെ പഠിപ്പിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. പിന്നെ ഇതിൻ്റെ ഒരു ചുരുങ്ങിയ രൂപം ഞാൻ ആദ്യം പറഞ്ഞു തരാം. അതായത് 4 പേരെ നമ്മുടെ മുന്നിലേക്ക് കിട്ടിയാൽ, ഒരു 4 ആളുകൾ നമ്മുടെ മുമ്പിൽ വന്നാൽ അവരെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റിയ 4 ആളെയും ഒരുമിച്ച് കൂട്ടി അവതരിപ്പിക്കാൻ പറ്റിയ ഒരു മെൻ്റലിസം ട്രിക്സാണ് ഇതിലൂടെ പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് ചുരുക്കി പറഞ്ഞാൽ 4 പേരുടെ കയ്യിലും ഓരോ കടലാസ് വീതം കൊടുക്കും. ഇതിൻ്റെ രൂപം പറയുകയാണ്. 4 പേരുടെ കയ്യിലും ഓരോ കടലാസ് വീതം കൊടുക്കും. എന്നിട്ട് ഓരോ കടലാസിലും അവർക്കിഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട്സിൻ്റെ പേര് എഴുതാൻ വേണ്ടി പറയും. ഐറ്റംസ് നമുക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം, ഏത് ഫേവറേറ്റ് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. ഞാനിവിടെ ഫ്രൂട്ട്സാണ് പറയുന്നത്. എല്ലാവരും മനസ്സിലാക്കണം പറയുന്ന കാര്യങ്ങൾ. 4 പേര് നമ്മുടെ മുമ്പിലുണ്ട്. അവരുടെ ഓരോരുത്തരുടെ കയ്യിലും ഓരോ കടലാസ് വീതം കൊടുത്തു. എന്നിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫ്രൂട്ട്സിൻ്റെ പേര് അതിൽ എഴുതുക എന്ന്. എന്നിട്ട് അവർ അത് എഴുതിയിട്ട് അവരോട് പറയണം, അതിനെ 4 മടക്കാക്കിയിട്ട് അതിനെ അവിടെ എന്തെങ്കിലും ഒരു ഗ്ലാസ്സോ മറ്റോ നമ്മൾ വെക്കണം. ഉദാഹരണത്തിന് ഇപ്പോൾ തൊപ്പി വെക്കുകയാണ്. അവരോട് പറയണം 4 കടലാസുകളും 4ആയി മടക്കി 4 പേരോടും പറയണം അത് അവിടെ നിക്ഷേപിക്കാൻ വേണ്ടി പറയണം. ആ തൊപ്പിയിലോ അല്ലെങ്കിൽ അവിടെയുള്ള ചെറിയൊരു കിണ്ണത്തിലോ എന്തെങ്കിലും ഗ്ലാസ്സിലോ നിക്ഷേപിക്കാൻ വേണ്ടി പറയണം. അങ്ങനെ 4 കടലാസുകൾ അതിൽ വരും. എന്നിട്ട് അത് 4ഉം അവരോട് കുലുക്കാൻ വേണ്ടി പറയാം. എന്നിട്ട് അത് 4ഉം നമ്മൾ എടുക്കുക. എടുത്തതിന് ശേഷം 4 കടലാസും തുറന്ന് ഓരോരുത്തരുടെ മുഖം നോക്കി ആപ്പിൾ എഴുതിയ ആളാണെങ്കിൽ, ഉദാഹരണത്തിന് ആപ്പിൾ എന്നത് ഇതിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ആരാണോ ആപ്പിൾ എഴുതിയത് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആരാണോ ഓറഞ്ച് എഴുതിയത് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആരാണോ എന്തെങ്കിലും മറ്റുള്ള ഫ്രൂട്ട്സ് ആവട്ടെ, ചിക്കോ എഴുതിയത് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാംഗോ എഴുതിയത് ആരാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെയാണ് ഈ ഒരു മെൻ്റലിസം ട്രിക്സ് ചെയ്യുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും മെൻ്റലിസം ഐറ്റംസിലേക്ക് പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. യഥാർത്ഥത്തിൽ അവിടെ മാജിക് നടക്കുന്നത് ആ കടലാസിലാണ്. നമ്മൾ കടലാസ് കീറുന്ന സമയത്ത് ഇപ്പോൾ ഒരു നോട്ട് ബുക്ക് നമ്മൾ ചോദിക്കേണ്ടത്, ഒരു നോട്ട് ബുക്ക് തരുമോ എന്നാണ് ചോദിക്കേണ്ടത്. അങ്ങനെ നോട്ട് ബുക്ക് അവർ തന്നു കഴിഞ്ഞാൽ നമ്മൾ കടലാസ് കീറുന്ന സമയത്ത് ഒരു പേജ്, ഇതൊരു പേജ്, ഇങ്ങനെയായിരിക്കണം കടലാസ് കീറേണ്ടത്. നമ്മൾ നോക്കണം, ഇത് നോട്ട് ബുക്ക് ഏതെങ്കിലും ഒരു പേജ് എടുക്കുക. ഏത് പേജ് കൊടുക്കുക? ഞാനിപ്പോൾ നല്ല പേജ് അങ്ങനെ കളയുന്നില്ല, അതുകൊണ്ടാണ് ഈ ഒരു പേജ് കാണിച്ചു തരുന്നത്. നമ്മൾ കടലാസ് കീറേണ്ടത് 4 കടലാസാണല്ലോ വേണ്ടത്. കീറേണ്ട രൂപം നിങ്ങൾ നോക്കുക. ഇപ്പം എനിക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്, ഇങ്ങനൊരു കടലാസ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ വീണ്ടും 2ആയി കീറുക. എന്നിട്ട് ഇത് മുകളിൽ വെക്കുക. എന്നിട്ട് വീണ്ടും ഇതിനെ 2ആയി കീറുക. ഇപ്പോൾ 4 കഷ്ണം കടലാസ് നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? ഇനി ചെയ്യേണ്ടത് 4 കഷ്ണം കടലാസ്, ഈ 4നും ഓരോ പേരിടുക എന്നുള്ളതാണ്. അതായത് എങ്ങനെയാണ് പേരിടുന്നത് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു തരാം. ഒരു കടലാസ് എടുത്തു കഴിഞ്ഞാൽ ഒരു കടലാസിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആയിരിക്കും. അതിൻ്റെ ഒരു സൈഡ് മാത്രം വളരെ ലെവലിലായിരിക്കും ഉണ്ടാവുക. ഇതിന് നമുക്ക് 1 എന്ന് പേരിടാം. 1, നമ്പർ 1. ഇത് 1ാമത്തെ വ്യക്തിക്ക് നമുക്ക് കൊടുക്കാം. ഓക്കെ. ഇനി 2ാമത്തത് നോക്കിക്കോളൂ. ഈ കടലാസിന് നമുക്ക് 2 എന്ന് പേര് കൊടുക്കാം. കാരണം ഇതിൻ്റെ 2 ഭാഗവും വളരെ നൈസാണ്, കണ്ടില്ലേ? ഇതിന് 2 എന്ന് നമ്മൾ പേര് കൊടുക്കാം.
ഇത് രണ്ടാമത്തെ വ്യക്തിക്ക് കൊടുക്കാം. ഇനി ഇതിനക്ക് 3 എന്ന് നമുക്ക് പേരിടാം. കാരണം ഇതിൻ്റെ 3 വശവും നിങ്ങൾ നോക്കുക, 3 വശവും ഒരു ലെവലില്ലാത്ത രീതിയിലാണ് ഉള്ളത് അല്ലേ? മുകളിൽ മാത്രമാണ് ലെവലുള്ളത്. അപ്പോൾ ഇതിനക്ക് നമുക്ക് 3 എന്ന് പേരിടാം. കാരണം 3 വശം നേരെ ഇല്ല എന്നാണ് ഇതിൻ്റെ കാരണം. ഈ ഒരു കടലാസ്, നാലാമത്തെ കടലാസ്, ഇതിൻ്റെ 4 വശവും ക്ലിയർ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ കടലാസിൻ്റെ 4 വശവും ക്ലിയർ ഇല്ല, ലെവലില്ല. ഇത് നാലാമത്തെ വ്യക്തി കൊടുക്കുക. എന്നിട്ട് അവരോട് പറയുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫ്രൂട്ട്സിൻ്റെ പേര് എഴുതാൻ. അപ്പോൾ അവർ ഇഷ്ടമുള്ളത് എഴുതി അവർ 4 ആയി മടക്കാൻ വേണ്ടി പറയുക. നമ്മൾ നോക്കരുത്, അവരെഴുതുന്നതൊന്നും നമ്മൾ നോക്കരുത്. 4 ആയി മടക്കാൻ വേണ്ടി പറയുക. അവർ 4 ആയി മടക്കി. ഓക്കെ, 4 ആയി മടക്കി അതിലിടാൻ വേണ്ടി പറയാം. എന്നിട്ട് അവരോട് തന്നെ കുലുക്കാൻ വേണ്ടി പറയാം. എന്നിട്ട് നമുക്കതെടുക്കാം. നമ്മൾ ഏതാണ് ഒന്നാമത്തെ വ്യക്തിക്ക് കൊടുത്ത് നമുക്കറിയാം. നമുക്ക് കടലാസ് തുറന്ന് നോക്കിയാൽ അറിയാൻ കഴിയും ഏതാണ് ഒന്നാമത്തെ വ്യക്തി. ഇതാണ് നമ്മൾ പറഞ്ഞ കടലാസ്. ഇത് 3-ാമത്തെ വ്യക്തിയുടെ കടലാസാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് 3-ാമത്തെ വ്യക്തിയുടെയാണ്. അതേപോലെ ഇത് തുറന്ന് നോക്കാം, നമുക്ക് മനസ്സിലായി ഇത് 1-ാമത്തെ വ്യക്തിയുടെയാണ്. ഇവിടെ. അപ്പോൾ നിങ്ങൾ പേജ് കയറി നോക്കണം, പ്രാക്ടീസ് ചെയ്യണം. ഇത് അതിന് ശേഷം മാത്രം അവതരിപ്പിക്കുക. ഇത് 4-ാമത്തെ വ്യക്തിയുടെയാണ്. ഇതിൻ്റെ അറ്റങ്ങളിലാണ് ഇതിൻ്റെ രഹസ്യം കിടക്കുന്നത്. ഇത് 2-ാമത്തെ വ്യക്തിയുടെയാണ്. ഇപ്പോൾ 4 ഉത്തരവും നമുക്ക് കിട്ടി. പിന്നെ അതുപോലെ തന്നെ ഇത് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് പ്രസൻറ്റ് ചെയ്യാനും പാടില്ല. ഇതാണ് നീ ഉദ്ദേശിച്ചത്, ഇതാണ് നീ ഉദ്ദേശിച്ചത്, അങ്ങനെ പറയാനും പാടില്ല. നമ്മൾ അവരോടൊന്നെങ്കിൽ കൈ ഇങ്ങനെ നീട്ടിപ്പിടിക്കാൻ വേണ്ടി പറയാം. എന്നിട്ട് പറയാം, നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു പഴമുണ്ടല്ലോ അതിങ്ങനെ ആ കയ്യിൽ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് നിങ്ങളൊന്ന്